ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് സാമ്പവാർ വടകരൈ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ആ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും. സൂര്യകാന്തി പൂക്കൾക്ക് ഏറ്റവും കൂടുതൽ പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ കൃഷിയൊന്നുമില്ല. പക്ഷേ ഞാനിവിടം വരെ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യകാന്തി കൃഷി ഇല്ലെങ്കിലും ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ നിൽക്കുന്നതായിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് വന്നത്. പിന്നെ ഈ നെൽപ്പാടങ്ങളിലൊക്കെ മുഴുവനും ഇപ്പോൾ നെല്ലാണ് കൃഷി. നമുക്ക് കാറ്റാടിപ്പാടം ഒന്ന് കാണാം. ഇന്ന് ഉച്ചയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു റൂട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ മുന്നിൽ കാണുന്നത്. അത് മറ്റൊന്നുമല്ല, ഇത് വിൻഡ് പവർ യൂണിറ്റിൻ്റെ ഒരു ലീഫാണ്. ശരിക്കും പറഞ്ഞാൽ കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു ഇതളാണ് ഈ പോകുന്നത്. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൂട്ട് പോയി ഇത് കണ്ടതിന് ശേഷം മതി മറ്റൊരു റൂട്ടിലേക്ക് പോകാമെന്ന് തീരുമാനമെടുത്തു. ഇപ്പോൾ തന്നെ നോക്കൂ, ഇതിൻ്റെ ദൂരം എത്രയാണെന്ന് നോക്കിയാൽ. ഞാൻ എൻ്റെ ഒരു ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ഇതളാണ് നമ്മൾ കാറ്റാടിപ്പാടത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വളരെ ചെറിയൊരു ഇതളായിട്ട് നമ്മളുടെ കൺമുമ്പിൽ കാണുന്നത്. ഇതാണ് സാമ്പവാർ വടകരൈ എന്ന് പറയുന്ന സ്ഥലം. അവിടെയുള്ള കാറ്റാടിപ്പാടത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഏക്കർ കണക്കിന് ദൂരം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നമുക്കിവിടെ എത്തിച്ചേരാനായിട്ട് ഏറ്റവും എളുപ്പപ്പെട്ട മാർഗ്ഗമെന്ന് പറയുന്നത് തെങ്കാശിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിനോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സിനോ കയറി ഇവിടെ എത്താവുന്നതാണ്. ഏറ്റവും കൂടുതലുള്ളത് പ്രൈവറ്റ് ബസ്സാണ്. തമിഴ്നാട് സർക്കാർ വിൻഡ് പവർ യൂണിറ്റ് കൊണ്ട് വളരെയധികം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിലും, അതായത് പൊതുവായി കിടക്കുന്ന മിക്ക സ്ഥലങ്ങളിലും തന്നെ ഇങ്ങനെ കാറ്റാടിപ്പാടങ്ങൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. ആ വലിയ ലീഫുകൾക്ക് പിന്നിലായിട്ട് ഒരു ചെറിയ 2 ലീഫുകൾ കൂടി പിടിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കാനും അതുപോലെ പ്രവർത്തന സജ്ജമാണ് എന്ന് കാണിക്കാനുമാണെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ തിരിച്ച് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് ഞാൻ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇന്ന് ഒരു ദിവസത്തെ ഫുൾ റൂട്ട് ഇവിടെ തീർത്ത് തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ്. രാവിലെയാണ് ഞാനിവിടെ എത്തിയത്. ഇന്നത്തെ ഒരു ദിവസം ഈ ഏരിയയിൽ ഫുള്ള് കറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ ബൈ.